ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മൾ ഇന്നൊരു ദിവാലി സ്പെഷ്യൽ ഗുലാബ് ജാമുനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീറ്റ് ഫ്ലവർ, അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ വീറ്റ് ഫ്ലവർ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിന് ശേഷം മാത്രമേ നമുക്ക് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുവേ. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 200 ഗ്രാമിൻ്റെ കപ്പിലാണ് ഈ ആട്ടപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ നിന്ന് കരിച്ചിൽ വരും. തീയും വളരെ കുറവിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഗോതമ്പ് പൊടി നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ടകൾ പോലെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ കാണും. അത് ഈ സ്പാച്ചിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക, അല്ലെങ്കിൽ അടിയിൽ നിന്ന് പെട്ടെന്ന് കരിച്ചിൽ വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ നെയ്യിൽ കിടന്ന് ഈ ഗോതമ്പ് പൊടി മൂക്കുന്ന നല്ലൊരു സ്മെല്ല് വരുവേ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മളുടെ ഗോതമ്പ് പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കരിച്ചിലൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചൂടുള്ള തവയിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം വീണ്ടും കരിഞ്ഞു തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ആ ആട്ടപ്പൊടി ചൂടാറാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് ഞാൻ വേറൊരു സോസ്പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം തന്നെയാണ് കേട്ടോ ഈ പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ്, അതായത് 400 ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 400 ml കേട്ടോ, 400 ml വാട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു നൂൽ പരുവുണ്ടല്ലോ, നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒറ്റ ഇതിലൊട്ടുന്ന ആ പരുവത്തിലേക്കൊന്നും ആവണ്ട. എന്നാൽ ഒരു ചെറുതായിട്ട് സ്റ്റിക്കി കൺസിസ്റ്റൻസി ആവും വേണം. അപ്പോൾ ആ ഒരു 10 to 15 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പോൾ നമുക്ക് അതുവരേക്ക് ഇതൊന്ന് ഇളക്കി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഇപ്പം നമ്മളുടെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊരു 10 മിനിറ്റ് നേരം ഇത് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് കളറാണ്. ഈ കളറ് നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചേർക്കണം ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മളിപ്പം ഇതിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ. ഇത് ഒരു 2 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഫുഡ് കളർ കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇത് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തിക്നെസ് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം ചെറുനാരങ്ങ നീര്, അതായത് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇത്ര മതിയാവേ. ഇത് ശരിക്കും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുലാബ് ജാം ഇതിലിട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വളരെ മൈൽഡായിട്ട് ഒരു ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് വരും നമുക്ക്. അത് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈം ജ്യൂസ് നമ്മൾ ചേർത്തത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഗുലാബ് ജാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതാ ഇപ്പം നമ്മളുടെ ഗോതമ്പ് പൊടി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ്, അതായത് 50 ml ഇത് മിൽക്ക് പൗഡറാണ്. ഏത് മിൽക്ക് പൗഡർ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ മിൽക്ക് പൗഡർ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതായത് 3 ടേബിൾ സ്പൂൺ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതാ ഒരു നുള്ള് മതി കേട്ടോ ബേക്കിംഗ് പൗഡർ. ഇതാ നോക്കൂ, ബേക്കിംഗ് പൗഡർ കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതും ഒരു നുള്ള് മതി. ഒരു 1/4 ടീസ്പൂണിലും താഴെ നിൽക്കണ പോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടോ, ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്കിത് നന്നായി കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ 1 കപ്പ് കാച്ചിയ പാലാണ് കേട്ടോ, കാച്ചി തിളപ്പിച്ചാറിയ പാലാണ്. ഈ പാല് കുറേശ്ശെയായി ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പാകത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കുക, അതിനോടൊപ്പം തന്നെ കുഴച്ചും കൊടുക്കുക, അല്ലാതെ മൊത്തത്തിലെല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. ഞാനപ്പോൾ ഇതാ കുറേശ്ശെ പാൽ ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 200 ml പാലാണ് കാച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്, കാച്ചി തണുപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതെനിക്ക് കറക്റ്റ് 1/2 കപ്പ്, അതായത് 100 ml ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് നോക്കുക. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയുടെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് 10 to 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് ഒരല്പം നെയ്യ്, ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ, അതിലും കുറവ് മതിയാവേ, ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുക. കാരണം ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡോ ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ, നമുക്ക് വേണമെങ്കിൽ റൗണ്ടിലാക്കാം, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കാം, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ബോളാക്കുക. എന്നിട്ട് കയ്യിലൊന്ന് വെച്ച് പതുക്കെ ഒന്ന് നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരാം കേട്ടോ. റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് അല്പം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലൊരുപാട് ക്രാക്ക് പോലെ വരികയാണെങ്കിൽ നമുക്കിതിനകത്ത് വെള്ളം, അതായത് പാല് കുറവാണെന്നാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരല്പം കൂടെ പാലൊഴിച്ചിട്ട് അത് ഒന്ന് കുഴച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾ എടുത്ത് നമ്മളിത് ഉരുട്ടാൻ തുടങ്ങുമ്പോൾ കയ്യിലൊരല്പം നെയ്യ് തടവിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ട് മൈദയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇതാ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ശരിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കിനി ഇന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ സോസ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറവായിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുവേ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വശവും ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരയ്ക്കും നമുക്കിത് അങ്ങ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാം ഗോൾഡൻ കളറിലേക്ക് ആക്കിയെടുക്കാം. ഇതാ ഇപ്പം നമ്മളുടെ ഗുലാബ് ജാമുൻ എല്ലാം ഇതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടെ. നമ്മളപ്പോൾ വറുത്തെടുത്ത ഗുലാബ് ജാമുൻ എല്ലാതും ഈ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 to 4 hours ഇട്ട് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് ഇത് നല്ല സോഗി ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3 to 4 hours കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം ഈ പഞ്ചസാര ലൈനി ഫുൾ വലിച്ചെടുത്ത് ഭയങ്കര സോഗി ആയിട്ടുണ്ടാവും കേട്ടോ അത്. അപ്പം നമുക്ക് ഇനി ഒരു 3 to 4 hours കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമ്മളെ ഗുലാബ് ജാമുനൊക്കെ ഇവിടെ നല്ല സോഗി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ആ സിറപ്പൊക്കെ ഇത് നന്നായിട്ട് അത് വലിച്ചെടുത്ത് ഇനി ഇത്ര സിറപ്പ് ഇതിനകത്ത് ബാക്കിയുള്ളൂ. നോക്കൂ, കണ്ട ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ സിറപ്പ്. അപ്പം ഞാനിതൊന്ന് സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഞാനിപ്പോൾ അതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശിരിക്കുന്നത്.
നല്ല സോഗായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ നിറയെ ഇതിൻ്റെ ആ പഞ്ചസാര ലൈനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മൾ സാധാരണ മൈദയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഗുലാബ് ജാമുൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.